ഹലോ, ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു കുർത്തിയുണ്ടോ. ഇതെനിക്ക് കസ്റ്റമർ ഒരു അളവിന് തന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ചാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടല്ലോ, ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ കുറേ കാലമായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേരിട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് എങ്ങനെയാണ് തയ്ക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതാ ഇതുപോലെ ഫ്രണ്ടിൽ കുറച്ച് ഞൊറിവുകളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ഇതിന് വേണ്ടി ഒരു സാമ്പിൾ ചെറിയൊരു തുണിയിലാണ്, കട്ട് പീസിലാണ് ഇത് വെട്ടി കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ നമ്മൾ തയ്ക്കാനെടുക്കുന്ന ക്ലോത്ത് ഇതുപോലെ നമ്മൾ ഡബിളായിട്ടൊന്ന് മടക്കിയിടണം, രണ്ടായിട്ട്. ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഇതുപോലെ ഒരു 2 ഇഞ്ച് അകലം, നമുക്ക് എത്രയാണോ ആവശ്യം, എത്ര ഞൊറിവ് വേണം അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണേ, ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കണം ആദ്യം. എന്നിട്ട് ആ ഭാഗം നമ്മളൊന്ന് മടക്കി അകത്തേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെക്കണമേ. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലേക്കാണ് മടക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഭാഗം ഇവിടെ കാണാത്തത്. എന്നിട്ട് നമ്മൾ സാധാ നമ്മുടെ അളവുകളൊക്കെ കൊടുക്കണം. നമ്മൾ സാധാ നമ്മുടെ ചുരിദാർ തയ്ക്കുന്നതിന് വേണ്ടി അളവുകൾ എടുക്കുമല്ലോ, അതുപോലെ നമ്മൾ ഷോൾഡറും പിന്നെ ചെസ്റ്റിൻ്റെ പോർഷനും എല്ലാം നമ്മൾ അടയാളം ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മളിതാ ആം ഹോളാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. ഇതൊക്കെ ഞാനൊരു ഏകദേശം ഒരു അളവിലിട്ടങ്ങ് ചുമ്മാ കാണിക്കുവാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആം ഹോൾ ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആം ഹോളൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം അറിയാത്തവരാണെങ്കിൽ അത് കണ്ടാലും മതിയാവുമേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് അടയാളം ചെയ്തെടുക്കുന്നത്. അപ്പം ചില വീഡിയോയ്ക്കൊന്നും നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും വീഡിയോ എടുക്കുന്ന ആരെയും ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഞാൻ രണ്ടാമത് ഈ ഒരു പീസിൽ വെട്ടി കാണിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഷേപ്പിൻ്റെത് അടയാളം ചെയ്യാനായിട്ട് ആ ഒരു മിഡ് ഭാഗത്ത് നമ്മൾ ആ ഒരു അടയാളം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മിഡ് ഏരിയയിൽ. അപ്പം അത് ഷേപ്പിനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ താഴോട്ട് നമ്മൾ ഏലൈൻ പോലെയാണ് വെട്ടുന്നത്. അപ്പം ഇച്ചിരി ഇവിടെ തുണി കുറവുണ്ട്, അപ്പം ഞാനതിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് നമ്മൾ നമ്മുടെ തുണി എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എടുക്കണം, മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ 1.5 ഇഞ്ചാണെങ്കിൽ ഈ വീക്കഴുത്ത് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുമ്പം 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇടണം കേട്ടോ. നമ്മൾ സാധാ 1.5 ഇഞ്ച് നമ്മളിപ്പോൾ നമ്മുടെ വലിയ സൈസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 3 ഇഞ്ചൊക്കെ കൊടുക്കുന്നെങ്കിൽ അവിടെ ഒരു 4 ഇഞ്ച് എടുക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ താഴെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ 2 ഇഞ്ചിലേക്കാണ് ഈ ഒരു കഴുത്തിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തുണിയിൽ തന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം, നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ. പിന്നെ നമ്മൾ ആം ഹോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ. മിക്കവാറും വീഡിയോ എടുക്കുമ്പം ചില ഭാഗങ്ങളൊന്നും കാണത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ അറിയാത്തവരായിട്ട് ഉള്ളവർക്ക് വേണ്ടി ഉപകരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചും വേണമെങ്കിൽ അവിടെ ഇപ്പോൾ തുണിയൊക്കെ തികയാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാവേ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഏലൈൻ പോലെ ആക്കി ജോയിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അത്രയും വിരിവ് കിട്ടും നമുക്ക്. ഇനി നമ്മളിവിടെ മടക്കി വെച്ചിരുന്ന പോർഷൻ നിവർത്തിയപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. ഇനി അവിടെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചിട്ട് അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ ഓരോ നോട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മാർക്കിങ്സിലൊക്കെ. നമുക്ക് ഞൊറിവ് വരേണ്ട ഭാഗം നമ്മൾ അവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നിവർത്തിയിട്ടിട്ട് നമ്മളിനി അവിടെ ആ ഒരു 2 ഇഞ്ചിനകത്ത് വരത്തക്ക രീതിയിൽ ഈ ഞൊറിവുകൾ നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് കട്ടിങ് വരുന്നത്. പിന്നെ സ്ലീവുകൾക്ക് കട്ട് ചെയ്യാൻ ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും, അപ്പോൾ അതൊന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല. പിന്നെ ഈ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു പ്ലീറ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വേറൊരു പീസിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത് റഫായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനുവേണ്ടി നമ്മുടെ സ്റ്റിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സ്റ്റിപ്പിൻ്റെ പോർഷൻ എടുക്കണം. അപ്പോൾ ഞാനത് ഒരു പീസിൽ നിന്ന് ഇതുപോലെ തന്നെ നീളത്തിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുമേ. ഒരുപാടങ്ങ് വീതി കൂടി പോവുകയും ചെയ്യരുത്. അപ്പം ഞാനിവിടെ ഏകദേശം 1 ഇഞ്ച് വരത്തക്ക രീതിയിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണിയുണ്ടല്ലോ, ഈ മെയിൻ ക്ലോത്ത്, അതൊരു പിണ്ടൊക്കെ വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചൊരു
വലിയുന്ന സ്വഭാവമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ചാക്കി കഴിയുമ്പോൾ അത് നമ്മൾ എടുത്ത അളവിനെക്കാട്ടി കുറച്ച് എന്തായാലും അതിങ്ങനെ വലിഞ്ഞ് വരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശകലം ഒരു ഗ്യാപ്പ് ഇതിന് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നടുവിലായിട്ടൊരു പീസ് വയ്ക്കുന്നത് കൊണ്ട് അതവിടെ കവറായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഒരു പീസ് ഇതുപോലെ എടുക്കണം. എന്നിട്ട് ആ സ്റ്റിപ്പ് 2 പീസാക്കി നമ്മൾ ആ സ്റ്റിപ്പ് അത് നമ്മൾ ഇതുപോലെ ഈക്വലായിട്ട് 2 സൈഡിലായിട്ട് വെച്ച് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതുണ്ട ഒട്ടിയിരിക്കുന്ന ഭാഗം ഞാനിത് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്കിത് 2 പീസാക്കി എടുക്കണമേ. അപ്പം ഇത് ഞാൻ എപ്പോഴും വീഡിയോ എടുത്താലും കുറച്ച് ഭാഗങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അറിയാത്തവർക്കും ഇത് ചെയ്യാമല്ലോ. ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതായത് ഇതുപോലെ 2 പീസുകളായിട്ട് ഈക്വൽ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ ഈ എക്സസ് ആയിട്ട് വരുന്ന സ്റ്റിപ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് 2 പീസ് സ്റ്റിപ്പ് ഒട്ടിച്ച ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ആ ഒരു നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഒരു പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ചേർക്കണമേ. പിന്നെ ഇത് സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അരികിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ടും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ രാത്രി സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ആ മെഷീനിലെ വെട്ടം ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ അരികിൽ കൂടെ ആ സ്റ്റിപ്പ് വരാത്ത ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് അപ്പോൾ ഒരു കറക്റ്റായിട്ട് കിട്ടും തയ്ച്ചെടുക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ എക്സസ് വരുന്ന പീസുകളെല്ലാം കട്ട് ചെയ്ത് കളയുവാണ്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ പറയും ചില ഭാഗങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും, കുറച്ച് ഭാഗമേ കിട്ടിയുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതെല്ലാം കൂടെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചില വീഡിയോ എടുത്താലും ചിലപ്പോൾ റെക്കോർഡ് ആവത്തില്ല, പിന്നെ നമ്മുടെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി സമയം കൊണ്ട് ചെയ്യുന്നതല്ല, നമ്മളിപ്പോൾ കുറേ നേരം എടുത്തിട്ടാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മുടെ ക്യാമറ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോറേജ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെമ്മറി ഫുള്ളാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ചില വീഡിയോയ്ക്കൊന്നും നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതാ ഇപ്പം നമ്മുടെ 2 പീസും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുവാണ് അപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ ഉള്ളിൽ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു പീസ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ വശം നമുക്കിതുപോലെ നല്ല വശവും കൂടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാതെ. അപ്പം നമ്മളവിടെ ഒരു സ്റ്റിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ മുകളിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റിപ്പിനകത്ത് തയ്യൽ വീഴാതെ നമുക്ക് നീറ്റായിട്ട് തിരിച്ചിടാൻ പറ്റും. എന്നിട്ട് നമ്മളിതാ ഈ ഒരു വി എൻഡ് ചെയ്യുന്ന പോർഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ഒരു കെട്ടിട്ട് ഈ ഒരു തയ്യൽ നിർത്തണമേ. താഴേക്ക് തയ്ച്ച് പോകരുത്. അത്രയും ഭാഗത്ത് കൊണ്ടുവന്ന് നമ്മൾ ആ പ്ലീറ്റ് ഇട്ട് തുടങ്ങിയല്ലോ, ആ ഒരു തയ്യലിൽ തന്നെ കൊണ്ടുവന്ന് ഈ ഒരു തയ്യലും നിർത്തേണ്ടതാണ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കൂടുതൽ. ഈ സൈഡിലും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇതാ ഞാൻ ആ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു പ്ലീറ്റ് തുടങ്ങുന്നത്. കിട്ടിയിട്ട് നമുക്ക് നിർത്തി ആ ഒരു പോർഷൻ ഇതുപോലെയാണ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ക്രോസിലായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചിടണേ. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ അതാണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് ആ ഒരു ക്ലോസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 2 അടുത്തടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്തോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു വിടവ് അവിടെ വരുന്നുണ്ടായിരുന്നേ ആ വീക്ക്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഈ ഒരു തുണി നന്നായിട്ട് വലിയുന്ന മെറ്റീരിയലാണ് തയ്ച്ച് വരുമ്പം. അപ്പോൾ അതെങ്ങനെയോ അവിടെ വലിഞ്ഞതാണ് അത്രയും ഒരു വിടവായിട്ട് വന്നത്. ഇനി നമ്മളിതാ ഈ ഒരു മെയിൻ ക്ലോത്തിനകത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളൊന്ന് തയ്ച്ചെടുക്കണേ, അവിടെ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ഇത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലാകുമോ എന്നുള്ളത് എനിക്കറിയില്ല.
ഇപ്പോൾ വന്നത് അതുപോലെ വരുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോഴേ. അപ്പോൾ അതാ നമ്മൾ എന്തെങ്കിലും ഒരു കൂർത്ത ഒരു ഭാഗം കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അകത്തേക്ക് ആ പ്ലീറ്റുകളെല്ലാം ഒന്ന് അപ്പോൾ ഞാൻ ആ ഒരു നൂല് കട്ട് ചെയ്യുന്ന സംഭവം വെച്ചിട്ടൊന്ന് അകത്തേക്ക് കുത്തി കൊടുത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു പ്ലീറ്റുകളെല്ലാം അവിടെ നല്ല പതുങ്ങിയിരിക്കുകയും ചെയ്യും. നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു കഴുത്ത് കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ അതാ നമ്മൾ പതുക്കെ സൂക്ഷിച്ച് ഒന്ന് കുത്തി നിർത്തിയിട്ടൊക്കെ വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് കറക്റ്റിൽ ആ ഒരു ഷേപ്പിലൊക്കെ തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ തുണി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ തന്നെ മെറ്റീരിയലിലാണ് കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ കഴുത്ത് ആദ്യത്തെ നമ്മുടെ മെയിൻ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തും കൂടി നമുക്ക് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന മെറ്റീരിയലിൻ്റെ ആ ഫാഷനിലാണ് നമ്മളിത് തയ്ക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെയാണ് അതിന് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളൊന്ന് ആ സ്റ്റിപ്പുമായിട്ട് സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടി ഞാനിത് അയൺ ചെയ്തില്ല. അതിന് പകരം ഓരോ സ്റ്റിച്ചിട്ട് കൊടുത്തേ. എന്നിട്ടിതാ നമ്മളിതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് നോക്കി നമ്മുടെ അളവിനനുസരിച്ച് അവരുടെ അളവിന് കൊണ്ടുവന്ന ചുരിദാറിൻ്റെ അളവിലേക്ക് നമ്മൾ ആ കഴുത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ച് 5.5 ഇഞ്ചിന് താഴെയായിട്ട് വരും അവർ കൊണ്ടുവന്ന അളവ്. അപ്പോൾ നമ്മൾ ആ ഒരു അളവിൽ കഴുത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു അത്രയും ഭാഗത്ത് നമ്മൾ കവർ ചെയ്ത് ഈ ഒരു പീസ് നമ്മൾ വെച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ആ ഭാഗം നമ്മൾ ആ ഒരു ലൈൻസ് നമുക്ക് വെർട്ടിക്കലായിട്ട് വരത്തക്ക രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു സെപ്പറേഷൻ അവിടെ അറിയാൻ പറ്റുമല്ലോ. ഇതിപ്പം സെയിം ക്ലോത്ത് ആയതുകൊണ്ട് ആ ഒരു ടക്ക് വരുന്നത് കൊണ്ട് അത് കാഴ്ചയ്ക്ക് കുറച്ചും കൂടി ഭംഗിയാവാനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അളവെല്ലാം കറക്റ്റായി. ഇനി നമുക്കിതിൻ്റെ എക്സസ് വരുന്ന സൈഡിലേക്ക് വരുന്ന പീസുകളെല്ലാം കട്ട് ചെയ്ത് കളയാവേ. ഇതിപ്പോൾ ലോക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്തൊക്കെ ഇതിൻ്റെ സൈഡൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു നീറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഈ ഒരു അരികുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ലോക്കും മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമൽ സ്റ്റിച്ചിങ്ങിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഈ പ്ലീറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഒന്ന് അയൺ ചെയ്ത് കൂടി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്ക് കിട്ടുവേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇനി നമ്മളിനി ബാക്കിലത്തെ കഴുത്ത് ചെയ്യാനുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തത്. ക്രോസ് പീസിലാണ് നമ്മളത് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെയാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ചെറിയ കട്ടിങ്ങുകളൊക്കെ ചെയ്തെടുത്തിട്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് ഒന്ന് പതിച്ചടിക്കും. എന്നിട്ടാണ് അകത്തേക്ക് മടക്കി വെച്ച് തയ്ക്കുന്നത്. അപ്പം നല്ല റെഡിമെയ്ഡിനൊക്കെ വരുന്നത് പോലെ നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ ആ ഒരു നെക്ക് കിട്ടുന്നതായിരിക്കും ബാക്കിലെത്തത്. എക്സസ് വരുന്ന പീസുകളൊക്കെ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതുപോലെ നമ്മളിവിടെ പതിച്ച് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ ബാക്കിലത്തെ നെക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ലേബൽ കൂടിയൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേബൽ വരുന്നത്. അപ്പോൾ ഇതിൽ ജുമൈലാസ് ക്ലോത്തിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിതാ ഇവിടെ ആയിട്ടൊന്ന് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടൊന്ന് ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവേ. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ മെറ്റീരിയലിനും പിന്നെ ഈ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഇതിൽ ഷോൾഡറിൽ കുറച്ച് ഭാഗം ഫ്രണ്ടിലത്തെ പീസിൽ കുറച്ച് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം. എന്നിട്ടേ നമ്മളിനി സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യത്തുള്ളേ. അപ്പോൾ ഞാൻ നെക്കിൻ്റെയൊക്കെ ഒന്നും കൂടി ഒന്ന് അളവൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ
ആ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കുർത്തി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ഫിനിഷിങ്ങിലും പെർഫെക്റ്റ് ആയിട്ടും തന്നെ നമ്മുടെ കുർത്ത റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഇതാ പ്ലീറ്റ്സൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇതുപോലെയാണ് സ്ലീവൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ.